ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ജിഷ്ണു പ്രണോയ് കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോലീസ് ആസ്ഥാനത്ത് സമരവുമായി എത്തിയ അമ്മയോട് പോലീസ് ക്രൂരമായി പെരുമാറിയതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ അലകൾ ഉയർന്നു. പ്രതിഷേധ സൂചകമായി വ്യാഴാഴ്ച സംസ്ഥാനത്ത് പ്രതിപക്ഷ കക്ഷികൾ ഹർത്താൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. സമരത്തിനെത്തിയ ജിഷ്ണുവിന്റെ അമ്മ മഹിജയോട് പോലീസ് കാണിച്ച ക്രൂരതയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. കോഴിക്കോട്ട് പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. കേരള ഫയർഫോഴ്സ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഉത്തരമേഖലാ സമ്മേളനം കോഴിക്കോട്ട്. സേനാംഗങ്ങളെ പ്രശംസിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടർ ജനറൽ. പാതയോരത്തെ മദ്യഷാപ്പുകൾ പൂട്ടാനുള്ള കോടതി വിധിക്കെതിരെ പ്രതിഷേധവുമായി ചെത്ത് തൊഴിലാളികൾ. വിശദമായ വാർത്തകളിലേക്ക്. ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജയോട് പോലീസ് കാണിച്ച ക്രൂരതയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. കോഴിക്കോട് ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസ് ആസ്ഥാനത്ത് സമരത്തിനെത്തിയ ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജയെയും ബന്ധുക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയ സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമാവുകയാണ്. കോഴിക്കോട് ജില്ലാ പോലീസ് ആസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ബാരിക്കേഡുകൾ തകർത്ത് കോമ്പൗണ്ടിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശുകയായിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ തുടർന്നുണ്ടായ ലാത്തിചാർജിലും കല്ലേറിലും 6 പ്രവർത്തകർക്കും ഒരു മാധ്യമ പ്രവർത്തകനും പരിക്കേറ്റു. പോലീസ് വണ്ടിയുണ്ട്, പോലീസ് വണ്ടിയുണ്ട്, പോലീസ് വണ്ടിയുണ്ട്, പോലീസ് വണ്ടിയുണ്ട്. ക്രിമിനലുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന പോലീസും വേട്ടക്കാർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന മുഖ്യമന്ത്രിയുമാണ് സംസ്ഥാനത്തുള്ളതെന്ന് DCC പ്രസിഡന്റ് T. സിദ്ദിഖ് പറഞ്ഞു. ഇതെന്താ ഗുണ്ടാരാജോ? പിണറായി വിജയനോട് ഒരു കാര്യം പറയുക, പോലീസിനെ കയറൂരി വിട്ട് അമ്മമാരുടെ രോദനങ്ങൾ തീർക്കുന്നതിന് പകരം അവരെ വലിച്ചിഴച്ചും തകർത്തും മാനസികമായി അവരെ ഇല്ലായ്മ ചെയ്ത് അവരെയും കൂടി ആത്മഹത്യ ചെയ്യിക്കത്തക്ക രീതിയിൽ മാർച്ച് KPCC ജനറൽ സെക്രട്ടറി N. സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പ്രതിഷേധവുമായി യുവമോർച്ച പ്രവർത്തകരും കമ്മീഷണർ ഓഫീസിന് മുന്നിലെത്തി. പ്രകടനവുമായി എത്തിയ പ്രവർത്തകർ മാനഞ്ചിറ റോഡ് ഏറെ നേരം ഉപരോധിച്ചു. തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. BJP ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ മാസ്റ്റർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ പോലീസുകാർക്ക് അമ്മ പെങ്ങന്മാരില്ലേ? എന്താ പിണറായി വിജയന് മകളില്ലേ? അമ്മയില്ലേ? ഭാര്യയില്ലേ? ഇന്ന് അതിക്രൂരമായി ക്രൂരമായി ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് നാളെ കേരള സംസ്ഥാനം വ്യാപകമായിട്ട് ഹർത്താൽ
പ്രഖ്യാപിച്ചിരിക്കുകയാണ് BJP. പന്തം കൊളുത്തി പ്രകടനവുമായാണ് MSF പ്രവർത്തകർ മാർച്ച് നടത്തിയത്. യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സമരത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗ് പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനെ കാണാൻ കഴിയാത്ത കാട്ടുകള്ളന് മനുഷ്യനെ കാണിച്ചു കൊടുക്കാൻ ഈ തീപ്പന്തവുമായി തുടർന്ന് യൂത്ത് ലീഗ് പ്രവർത്തകരും പ്രതിഷേധവുമായി ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയിരുന്നു. സംഭവത്തിൽ വ്യാഴാഴ്ച സംസ്ഥാന വ്യാപകമായി മലപ്പുറം ജില്ലയെ ഒഴിവാക്കി UDF BJP ഹർത്താൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വികസന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തമാകും വിധം ഡിപ്പാർട്ട്മെന്റിനെ വളർത്തിയെടുത്തത് സേനാംഗങ്ങളാണെന്നും അത് പ്രശംസനീയമാണെന്നും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ A. ഹേമചന്ദ്രൻ കേരള ഫയർഫോഴ്സ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഉത്തരമേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ഫയർഫോഴ്സ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഉത്തരമേഖലാ സമ്മേളനം കോഴിക്കോട്ട് നടന്നു. കാലിക്കറ്റ് ടവറിൽ നടന്ന സമ്മേളനം ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ A. ഹേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വികസന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തമാകുന്ന വിധം ഡിപ്പാർട്ട്മെന്റിനെ വളർത്തിയെടുത്തത് സേനാംഗങ്ങളാണെന്നും ഇത് പ്രശംസനീയമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. നമ്മുടെ വകുപ്പ് ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി ഒരു റിസർച്ച് വിങ് ഉണ്ടാക്കേണ്ടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് സൂചിപ്പിച്ചു. വളരെ നല്ല ഒരു ആശയമാണ്. തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ജനകീയ സേനയാക്കി അതിന്റെ സേവനം അർഹിക്കുന്നവർക്ക് യഥാസമയം ലഭ്യമാക്കുന്നതിന് നേതൃത്വം നൽകുന്ന സേനയിലെ ഓഫീസർമാർ തങ്ങളുടെ സേവന രംഗത്ത് ഉണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ചും തങ്ങൾക്ക് ലഭിക്കേണ്ട അർഹതപ്പെട്ട അവകാശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ് ഉത്തരമേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത്. സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയിലെ പെട്രോളിയം മേഖലയിലെ ജീവനക്കാർക്ക് അഗ്നിശമന രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ ക്ലാസ് നയിച്ചു. കോഴിക്കോട് ഡിവിഷണൽ ഓഫീസർ അരുൺ അൽഫോൺസ്, പാലക്കാട് ഡിവിഷണൽ ഓഫീസർ അരുൺകുമാർ, KP ബാബുരാജ്, A. ഷജിൽകുമാർ, R. ബാലകൃഷ്ണൻ, KV ലക്ഷ്മണൻ, C. ബാബുരാജൻ, CP ആനന്ദൻ തുടങ്ങിയവരും സംബന്ധിച്ചു. പാതയോരത്തെ മദ്യഷോപ്പുകൾ പൂട്ടാനുള്ള കോടതി വിധിക്കെതിരെ ചെത്ത് തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്ത്. കോടതി വിധിയുടെ ഭാഗമായി തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് താലൂക്ക് ചെത്ത് തൊഴിലാളി യൂണിയൻ മാർച്ച് നടത്തി. പാതയോരത്തെ മദ്യഷാപ്പുകൾ പൂട്ടാനുള്ള കോടതി വിധിക്കെതിരെ ചെത്തുതൊഴിലാളികളും കുടുംബങ്ങളും ചേർന്ന് പ്രതിഷേധ മാർച്ച് നടത്തി. 50,000-ലേറെ ചെത്തുതൊഴിലാളികൾ ഇന്ന് കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. കോടതി വിധിയെ തുടർന്ന് ഏറെ പ്രതിസന്ധി നേരിടുകയാണിവർ. 16,000 രൂപ ക്ഷേമനിധിയിലൂടെ പെൻഷൻ നൽകുന്ന മേഖലയാണിത്. ഇതോടെ പെൻഷൻ ലഭിക്കുന്ന കാര്യത്തിലും ആശങ്കയിലാണ് ഈ തൊഴിലാളികൾ. അപ്രായോഗികമായ കോടതി വിധിയുടെ ഭാഗമായി കള്ളച്ചെത്തു തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്ന് കോഴിക്കോട് താലൂക്ക് ചെത്തുതൊഴിലാളി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി MV മംഗളാനന്ദൻ പറഞ്ഞു. CIT ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം മൊഫീസൽ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സമാപിച്ചത്. ചെത്തുതൊഴിലാളികളുടെ പ്രതിഷേധ മാർച്ച് CITU ജില്ലാ സെക്രട്ടറി CP സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജോയിന്റ് സെക്രട്ടറി MV മംഗളാനന്ദൻ അധ്യക്ഷത വഹിച്ചു. K. ജനാർദ്ദനൻ, മണികണ്ഠൻ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. കനോലി കനാൽ വീതി കൂട്ടിക്കൊണ്ടുള്ള ഒരു വികസനവും അനുവദിക്കില്ലെന്ന് കനോലി കനാൽ തീരജന സംരക്ഷണ സമിതി. ലക്ഷങ്ങൾ മുടക്കി വലിയൊരു പദ്ധതി കനോലി കനാലിൽ കൊണ്ടുവരുന്നതിനു പകരം പരിസ്ഥിതിക്കും ജനങ്ങൾക്കും ആഘാതമുണ്ടാക്കാതെ ഉള്ളത് സംരക്ഷിക്കുകയാണ് വേണ്ടതെന്നും ഭാരവാഹികൾ പറഞ്ഞു. മാസ്റ്റർ പ്ലാൻ 2035 പ്രകാരം കനോലി കനാൽ വീതി കൂട്ടുമ്പോൾ 550 വീടുകളും 130ഓളം കടകളും കുടിയൊഴിപ്പിക്കേണ്ടി വരും. കപ്പൽ ഗതാഗതത്തിനു വേണ്ടി കനാൽ രൂപാന്തരപ്പെടുത്തുന്നത് പരിസ്ഥിതിക്കും വൻ ആഘാതം സൃഷ്ടിക്കുമെന്ന് കനോലി കനാൽ തീരജന സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. കനാൽ വികസനം ജനദ്രോഹമാകുന്നത് അറിഞ്ഞിട്ടും പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന അധികാരികളുടെ നീക്കത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കനാൽ തീരജന സംരക്ഷണ സമിതി പ്രവർത്തകർ. കുടിയൊഴിപ്പിക്കൽ ഭീകരതയ്ക്കെതിരെ അണിനിരക്കുക, ജലഗതാഗതത്തിന്റെ പേരിൽ കോടികൾ ധൂർത്തടിക്കാനുള്ള പദ്ധതി നിർത്തലാക്കുക, പ്രകൃതിക്ക് ദോഷകരമാവുന്ന പദ്ധതി ഉപേക്ഷിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിക്കും. ഏപ്രിൽ 8 മുതലക്കുളം മൈതാനിയിൽ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യുമെന്നും പ്രൊഫസർ T. ശോഭീന്ദ്രൻ, തായാട്ട് ബാലൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാഷ്ട്രീയ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് പാർട്ടി അടിയന്തരമായി ഇടപെടുമെന്ന് CPIM ജില്ലാ കമ്മിറ്റി സെക്രട്ടറി P. മോഹനൻ. ഏപ്രിൽ 8 കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന വളണ്ടിയർ പരേഡിന്റെ വിശദാംശങ്ങൾ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ, ഏത് പാർട്ടികളായാലും പരസ്പരം അത്തരം കാര്യങ്ങൾ കൂടിയാലോചിച്ച് അതിൽ ഒരു സംഘർഷ സ്ഥിതി രൂപപ്പെട്ടു വരാതിരിക്കുന്നതിന് പ്രാദേശിക തലത്തിൽ തന്നെ ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് CPIMന്റെ നിലപാട്. അക്കാര്യത്തിൽ CPIM മുൻകൈ എടുക്കുക തന്നെ ചെയ്യും.
ഈ ഏപ്രിൽ 8 തീയതി ഈ കോഴിക്കോട് നഗരത്തിൽ 10,000-ഓളം ചുവപ്പ് വളണ്ടിയർമാരാണ് നിരക്കുന്ന ഒരു ചുവപ്പ് സേനാ മാർച്ച്, വളണ്ടിയർ പരേഡ് നടക്കും. അതോടൊപ്പം തന്നെ കോഴിക്കോട് കടപ്പുറത്ത് ബഹുജന റാലിയും സംഘടിപ്പിക്കുന്നതിന് CPIM ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ക്വിഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാനിൽ വർണ്ണക്കുടകൾ നീർത്തി ആഘോഷരാവിന് വിസ്മയാനുഭൂതികൾ സമ്മാനിച്ച് പുതുവർഷത്തെ വരവേൽക്കാൻ INS വേൾഡ് നിങ്ങളോടൊപ്പം. ഡിജിറ്റൽ പടക്കങ്ങളുടെ അത്ഭുത ലോകത്തേക്ക് നിങ്ങളെ സ്വീകരിക്കുന്നു. INS വേൾഡ്, കോയ റോഡ് ജംഗ്ഷൻ, കോഴിക്കോട്. വിഷു ആഘോഷത്തിന് വർണ്ണവിസ്മയങ്ങളും ശബ്ദഘോഷങ്ങളും ഒരുക്കാൻ ഡിജിറ്റൽ പടക്കങ്ങളുടെ വൻ ശേഖരം കാഴ്ചവെക്കുന്നു. INS വേൾഡ്. 1000 ഗാർലൻഡ് 265 രൂപയ്ക്ക് ലഭിക്കുന്നു. 56 ജയന്റ് ക്രാക്കേഴ്സ് 390 രൂപയ്ക്കും ലഭിക്കുന്നു. പടക്കങ്ങളുടെ അത്ഭുത ലോകത്തേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. INS വേൾഡ്. അനുകരണങ്ങളിൽ വഞ്ചിതരാവാതിരിക്കാൻ ശ്രദ്ധിക്കൂ. INS വേൾഡ് കോയ റോഡ് ജംഗ്ഷനിൽ മാത്രം, മറ്റു ബ്രാഞ്ചുകളില്ല. INS വേൾഡ്, കോയ റോഡ് ജംഗ്ഷൻ, കോഴിക്കോട്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കോഴിക്കോട് സിറ്റി കമ്മിറ്റി സംഘടിപ്പിക്കുന്നു സാംസങ് ഗാലക്സി വ്യാപാരോത്സവം 2017 ഏപ്രിൽ 1 മുതൽ 20 വരെ വ്യാപാരി ട്രേഡ് സെന്റർ ഗ്രൗണ്ടിൽ. സെൽഫോൺ, ഹോം അപ്ലയൻസ്, ഓട്ടോമൊബൈൽസ്, കമ്പ്യൂട്ടർ, സെറാമിക്, ക്രോക്കറി, ഹാൻഡിക്രാഫ്റ്റ്, ഹാൻഡ്ലൂം, ടെക്സ്റ്റൈൽസ്, റെഡിമെയ്ഡ്സ്, സ്പോർട്സ് ഗുഡ്സ്, ഹെർബൽ പ്രൊഡക്റ്റ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളുമായി വിപുലമായ സ്റ്റാളുകൾ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കോഴിക്കോട് സിറ്റി കമ്മിറ്റി സംഘടിപ്പിക്കുന്നു സാംസങ് ഗാലക്സി വ്യാപാരോത്സവം 2017 എ കൺസ്യൂമർ ഷോപ്പിംഗ് എക്സ്പോ. കോഴിക്കോട് ടൗൺ ഹാൾ റോഡ്, വ്യാപാരി ട്രേഡ് സെന്റർ ഗ്രൗണ്ടിൽ ഏപ്രിൽ 1 മുതൽ 20 വരെ. ഓ മൈ ഗോഡ്, 1/2 കിലോ കൂടി. ഹെവി വെയിറ്റോ? എനിക്കോ? ഉഫ്, എത്ര കാലായി ലൈറ്റ് ഫുഡല്ലേ ഞാൻ കഴിക്കാം. ഓ വൗ, താങ്ക് ഗോഡ് നമുക്ക് ഒരേ ടേസ്റ്റ് ആയത്. അച്ഛാ, നിനക്ക് എല്ലാം ഫെദർ ലൈറ്റ് അല്ലേ വേണ്ടേ? Super Featherlight Wedding Silk Collections for the young India from Kalyan Silks. വാർത്തകൾ തുടരുന്നു. വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മലാപ്പറമ്പ് GUP സ്കൂളിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം NP അബ്ദുള്ള കോയ ഉദ്ഘാടനം ചെയ്തു. വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ മലാപ്പറമ്പ് GUP സ്കൂളിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം NP അബ്ദുള്ള കോയ ഉദ്ഘാടനം ചെയ്തു. P പ്രഹ്ലാദക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K വിശ്വനാഥൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വൈത്തല അബൂബക്കർ, M ശശി എന്നിവർ സംസാരിച്ചു. വാട്ടർ അതോറിറ്റി വക സ്ഥലങ്ങളും റോഡുകളും സ്വകാര്യ വ്യക്തികൾ കയ്യേറിയത് ഒഴിപ്പിക്കണമെന്നും വാട്ടർ അതോറിറ്റി വക ആസ്തികൾ സംരക്ഷിക്കാൻ നടപടി ഉണ്ടാകണമെന്നും യോഗം പ്രമേയത്തിലൂടെ മാനേജ്മെന്റിനോടും സർക്കാരിനോടും ആവശ്യപ്പെട്ടു. C മാധവ വാര്യർ സ്വാഗതവും M മൊയ്തീൻ കോയ നന്ദിയും പറഞ്ഞു. കേന്ദ്ര കേരള സർക്കാരുകളുടെ റേഷൻ മേഖലയോടുള്ള അവഗണനയ്ക്കെതിരെ മെയ് 1 മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. കമ്മീഷനും വേതനവും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഒന്നും നൽകാതെ റേഷൻ വിതരണം നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നും ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നല്ലൂർ പറഞ്ഞു. റേഷൻ വ്യാപാരികളുടെ വേതന കാര്യത്തിൽ 6 മാസം കഴിഞ്ഞിട്ടും ഒരു തീരുമാനവും ആയിട്ടില്ലെന്നും വാതിൽപ്പടി വിതരണം കൊല്ലത്ത് തുടങ്ങിയെങ്കിലും സുതാര്യമായി നടത്താൻ സർക്കാരിനായിട്ടില്ലെന്നും ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ പറഞ്ഞു. ചില മൊത്ത വ്യാപാര കരാർ ലോബികളും ബിനാമി റേഷൻ കടക്കാരും ചില ഉദ്യോഗസ്ഥരും വാതിൽപ്പടി വിതരണം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ്. കേന്ദ്ര സർക്കാരും വെട്ടിക്കുറച്ച റേഷൻ കോട്ട പുനഃസ്ഥാപിക്കാതെ ചിറ്റമ്മ നയം തുടരുകയാണ്. കേന്ദ്ര സർക്കാർ അരിയും ഗോതമ്പും ഭീമമായി വെട്ടിക്കുറച്ചതിന് പുറമെ പഞ്ചസാര സബ്സിഡി നിർത്തിയും PDS ആട്ട വിതരണം നിർത്തിയും മണ്ണെണ്ണ വെട്ടിക്കുറച്ചും റേഷൻ മേഖലയെ തകർക്കാനാണ് ശ്രമിക്കുന്നത്.
സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് നിർദ്ദേശം നൽകിയെങ്കിലും ഫലപ്രദമായ യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. റേഷൻ സാധനങ്ങളുടെ വാതിൽപ്പടി വിതരണം തുടങ്ങിയ കാര്യങ്ങളിൽ സുതാര്യമായ നടപടികൾ ഉണ്ടാവാത്ത പക്ഷം മെയ് മാസം മുതൽ വിതരണത്തിനുള്ള റേഷൻ സാധനങ്ങൾ എടുക്കുന്നത് നിർത്തിവെച്ച് അനിശ്ചിതകാല സമരത്തിലേക്ക് ഇറങ്ങുകയാണ് വ്യാപാരികൾ. ഇതിനു മുന്നോടിയായി ഏപ്രിൽ 24 തിങ്കളാഴ്ച റേഷൻ വ്യാപാരികൾ കുടുംബസമേതം കളക്ടറേറ്റ് മാർച്ചും മെയ് 2 സെക്രട്ടേറിയറ്റ് മുന്നിൽ ഉപവാസ സമരം നടത്തുമെന്നും ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ബേപ്പൂർ അരിക്കനാട്ട് പ്രസന്നകുമാരിയുടെ വീട് വൈദ്യുതീകരിച്ചു. ബേപ്പൂർ KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU നല്ലളം ഡീസൽ നിലയം യൂണിറ്റാണ് പ്രസന്നയ്ക്കായി വൈദ്യുതി എത്തിച്ചത്. സ്വിച്ച് ഓൺ കർമ്മം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S. ശ്രീലത നിർവഹിച്ചു. ബേപ്പൂർ KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU നല്ലളം ഡീസൽ നിലയം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബേപ്പൂർ അരിക്കനാട്ട് പ്രസന്നകുമാരിയുടെ വീട് വൈദ്യുതീകരിച്ചു. സ്വിച്ച് ഓൺ കർമ്മം ഡീസൽ നിലയം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S. ശ്രീലത നിർവഹിച്ചു. സെക്ഷൻ സബ് എഞ്ചിനീയർ S. സുജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. KDPP അസിസ്റ്റന്റ് എഞ്ചിനീയർ MK ജയരാജൻ, സെക്ഷൻ AE VS മാമു, വർക്കേഴ്സ് അസോസിയേഷൻ KDPP യൂണിറ്റ് സെക്രട്ടറി TP രാജീവൻ, സബ് എഞ്ചിനീയർ KV സുബ്രഹ്മണ്യൻ, T. ഉണ്ണികൃഷ്ണൻ, K. സാബു, CV ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. പേപ്പർ ബോട്ട് തിയേറ്റർ കാർണിവൽ ഏപ്രിൽ 26, 27, 28 തീയതികളിൽ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. നാടകങ്ങളും സംഗീത പരിപാടിയും തെരുവ് നാടകങ്ങളും പെയിന്റിംഗ് പ്രദർശനവും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. കോഴിക്കോടിന്റെ നാടക പാരമ്പര്യത്തിന്റെ തുടർച്ച ആഗ്രഹിച്ചുകൊണ്ട് നാടക സാംസ്കാരിക പ്രവർത്തകരുടെയും ചിത്രകാരന്മാരുടെയും നേതൃത്വത്തിൽ രൂപം കൊണ്ട പേപ്പർ ബോട്ട് ഏപ്രിൽ 26, 27, 28 തീയതികളിൽ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് മൈതാനിയിൽ തിയേറ്റർ കാർണിവൽ സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി ചരിത്ര പുസ്തകത്തിലേക്ക് ഒരേട്, തിയ്യൂർ രേഖകൾ എന്നീ 2 നാടകങ്ങളും തൃശൂർ ഊരാളിയുടെ പാട്ടും പറച്ചിലും സംഗീത പരിപാടിയും അവതരിപ്പിക്കും. കാർണിവലിന്റെ ഭാഗമായി ഏപ്രിൽ 17 മുതൽ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ കോഴിക്കോട്ടെ പ്രമുഖ ചിത്രകാരന്മാരുടെ നേതൃത്വത്തിൽ പെയിന്റിംഗ് എക്സിബിഷൻ നടക്കും. നാടക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ തെരുവ് നാടകങ്ങളും സംവാദങ്ങളും കാർണിവലിന് മുന്നോടിയായി സംഘടിപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. പുതിയങ്ങാടി GUP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് സമാപനമായി. സമാപന സമ്മേളനം ഡെപ്യൂട്ടി മേയർ മീര ദർശക് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സുനിൽകുമാറിന്റെ ഗാനമേളയും അരങ്ങേറി. ആയിരങ്ങൾക്ക് അക്ഷര വെളിച്ചം നൽകിയ പുതിയങ്ങാടി GMUP സ്കൂൾ അതിന്റെ പ്രവർത്തന പരിധിയിൽ 1 നൂറ്റാണ്ട് പിന്നിട്ടു. ഇതിന്റെ ഭാഗമായി സ്കൂളിലെ ശതാബ്ദി ആഘോഷ പരിപാടികൾ വിപുലമായി സംഘടിപ്പിച്ചു. ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ലോഗോ പ്രകാശനം, ഘോഷയാത്ര, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ഗുരുസംഗമം, യാത്രയപ്പ് സമ്മേളനം, കലാവൈജ്ഞാനിക പ്രകടനങ്ങൾ എന്നിവയും നടന്നു. ആഘോഷ പരിപാടികളുടെ സമാപനം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ മീര ദർശക് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സ്കൂളുകളെല്ലാം തന്നെ, അത് LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ തലങ്ങളിലെല്ലാം തന്നെ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അറിവിന്റെ വിജ്ഞാനങ്ങളാവുക എന്ന, അത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുട്ടികളാവുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് സർക്കാർ ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സ്വാഗത സംഘം ചെയർമാൻ KK റഫീഖ് അധ്യക്ഷനായിരുന്നു. ആശാ ശശാങ്കൻ, AEO K. റജീന, മുൻ കൌൺസിലർ SV അസൻകോയ, ഹെഡ്മിസ്ട്രസ് B. സുകേഷിനി, KK സുബൈർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ചലച്ചിത്ര പിന്നണി ഗായകൻ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന സംഗീത നിശയും അരങ്ങേറി. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ക്വിഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. സ്വർണത്തിന്റെ വിലക്കുറവ് പ്രയോജനപ്പെടുത്താൻ ഇപ്പോൾ മികച്ച അവസരം. വിലയുടെ 10% മുതൽ നൽകി വിവാഹ സ്വർണം മുൻകൂർ ബുക്ക് ചെയ്യൂ. സ്വർണ്ണ വില കൂടിയാൽ ബുക്ക് ചെയ്ത വിലയ്ക്കും, കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്കും ആഭരണങ്ങൾ സ്വന്തമാക്കൂ. കൂടാതെ പണിക്കൂലിയിൽ 25% മുതൽ 40% വരെ ഇളവും. ഈ സവിശേഷ ആനുകൂല്യം മാർച്ച് 31 വരെ മാത്രം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു.
രാജ്യത്തെ 70% മതേതരത്വത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് RSS നടത്തുന്നതെന്ന് INL അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ. ബീഫ് ബാബരി മസ്ജിദ് വിവാദങ്ങളുണ്ടാക്കി വർഗീയവൽക്കരണം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള സംഘപരിവാർ ശ്രമങ്ങളെ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. UPയിലും ഉത്തരാഖണ്ഡിലും BJP ഭൂരിപക്ഷത്തോടെയും ഗോവയിലും മണിപ്പൂരിലും ഭൂരിപക്ഷത്തെ വ്യഭിചരിച്ചുകൊണ്ടുമാണ് BJP അധികാരത്തിൽ വന്നത്. ഇത് തെളിയിക്കുന്നത് RSS നടത്തുന്ന കപട നാടകമാണെന്നും 70% വരുന്ന മതേതരത്വത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് ഇതിലൂടെ നടത്തുന്നതെന്നും INL അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ കുറ്റപ്പെടുത്തി. വടക്കേ ഇന്ത്യയിൽ ബാബരി മസ്ജിദ് ബീഫ് വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് RSS നടത്തുന്നത്. രാജ്യം ബീഫ് കയറ്റുമതിയിലൂടെ വൻതോതിൽ വിദേശ നാണ്യം സമ്പാദിക്കുന്ന രാജ്യമാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവനം നടത്തുന്ന ഈ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട് ഹിന്ദു, മുസ്ലിം, ദളിത്, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവയെല്ലാം ഉണ്ട്. കയറ്റുമതി ചെയ്യുന്ന വൻകിട കമ്പനികൾ ഭൂരിപക്ഷവും BJPക്കാർ നടത്തുന്നവയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരം സംഭവങ്ങളെ വർഗീയവൽക്കരിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള സംഘപരിവാർ ശ്രമങ്ങളെ തിരിച്ചറിയണമെന്നും ഈ ഘട്ടത്തിൽ ഇടതുപക്ഷ മതേതര ശക്തികൾ ശക്തമായി നിലനിൽക്കണമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ കളക്ടർ UV ജോസിന്റെ നേതൃത്വത്തിലുള്ള ജനസമ്പർക്ക പരിപാടിയുടെ 3ാം ഘട്ടം കൊയിലാണ്ടിയിൽ നടന്നു. ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമുള്ള ധനസഹായ വിതരണം നടത്തി. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള കൊയിലാണ്ടി താലൂക്ക് തലത്തിലെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി കൊയിലാണ്ടി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. ജില്ലാ കളക്ടർ UV ജോസ് ഉദ്ഘാടനം ചെയ്തു. ജനസമ്പർക്ക പരിപാടിയിലേക്ക് താലൂക്കിൽ നിന്നും ഇതുവരെയായി 800ഓളം അപേക്ഷകളാണ് ലഭിച്ചത്. ഉദ്ഘാടനത്തിന് ശേഷം ഭിന്നശേഷിക്കാരുടെ പരാതികൾ കളക്ടറെ നേരിട്ടെത്തി തീർപ്പ് കൽപ്പിച്ചു. എല്ലാ വകുപ്പുകളുടെയും ജില്ലാതല ഓഫീസർമാർ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായ വിതരണം, പ്രകൃതിക്ഷോഭ ധനസഹായ വിതരണവും നടത്തി. ജനസമ്പർക്കത്തിനായി എത്തുന്നവർക്ക് ഡോക്ടർമാരുടെ കീഴിൽ വൈദ്യസഹായവും ഏർപ്പാടാക്കിയിരുന്നു. ഗീതോം കി ബരാത്ത് സംഗീത സായാഹ്നം ഏപ്രിൽ 7 കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. MES സംസ്ഥാന പ്രസിഡന്റ് ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട്ടെ പ്രശസ്തരായ ഗായകർ ഗാനങ്ങൾ ആലപിക്കും. കിഷോർ കുമാർ, മുകേഷ്, ലതാ മങ്കേഷ്കർ, ആശാ ഭോൺസ്ലെ എന്നിവരുടെ ശ്രുതിമധുരമായ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള സംഗീത സായാഹ്നം ഗീതോം കി ബാരാത്ത് ഏപ്രിൽ 7 വൈകിട്ട് 5:30 മണിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. കിഷോർ VP, മധു കൃഷ്ണ, രാധിക റാവു, പ്രിയ റാവു, സ്വാതി റാവു, ശിവാനി കിഷോർ എന്നിവർ ഗാനങ്ങൾക്ക് ശബ്ദം നൽകും. പ്രശസ്തരായ കലാകാരന്മാർ അണിനിരക്കുന്ന കോഴിക്കോട് സംഗീത മഹൽ ഓർക്കസ്ട്ര പരിപാടിക്ക് പശ്ചാത്തലമൊരുക്കും. ചടങ്ങിൽ പുതിയ പാലത്തെ ഓട്ടോ ഡ്രൈവറായ K. ശിവാനന്ദനുള്ള ചികിത്സാ സഹായം കൈമാറും. അതോടൊപ്പം MY ബാബ്ജാനെയും കോഴിക്കോട് അപ്പുട്ടിയെയും ആദരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. പേരാമ്പ്രയിൽ CPM മുസ്ലിം ലീഗ് സംഘർഷത്തെ തുടർന്ന് പ്രദേശത്ത് ഹർത്താൽ ആചരിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന അക്രമത്തിൽ 5 പേർക്ക് പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പേരാമ്പ്ര നഗരത്തിൽ CPM മുസ്ലിം ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. തുടർന്ന് പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. വിവിധ അക്രമങ്ങളിലെ ഒരു പോലീസുകാരനുൾപ്പെടെ 7 പേർക്ക് പരിക്കേറ്റു. പേരാമ്പ്ര മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഓഫീസിന്റെ ജനലുകൾ കല്ലെറിഞ്ഞ് തകർത്തു. സംഘർഷത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഗതാഗത തടസ്സവുമുണ്ടായി. സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് പേരാമ്പ്രയിൽ മുസ്ലിം ലീഗ് ബുധനാഴ്ച ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ചൊവ്വാഴ്ച വൈകിട്ട് മുളയങ്ങലിൽ DYFI പ്രവർത്തകന് മർദ്ദനമേറ്റതാണ് സംഭവങ്ങളുടെ തുടക്കം. ഇവർ പേരാമ്പ്ര EMS ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയപ്പോഴാണ് തുടർ സംഘർഷങ്ങൾ നടന്നത്. വൈകിട്ട് 5ഓടെ ആശുപത്രിക്ക് സമീപത്തെ റോഡിൽ വെച്ച് ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ആംബുലൻസ് ഡ്രൈവറായ അസ്ബീറിന് 4 അംഗ സംഘത്തിന് മർദ്ദനമേറ്റു. ഇതേ തുടർന്നുണ്ടായ സംഘർഷത്തിൽ പേരാമ്പ്ര EMS ആശുപത്രിയിലെ ജീവനക്കാർക്ക് നേരെയും അക്രമമുണ്ടായി. 6:30ഓടെ മത്സ്യ മാർക്കറ്റിലും സംഘർഷമുണ്ടായി. STU പ്രവർത്തകരുടെ വിൽക്കാൻ വെച്ച മത്സ്യങ്ങൾ വലിച്ചെറിഞ്ഞ് നശിപ്പിച്ചു. കണ്ണീർ വാതക ഷെൽ പൊട്ടിച്ചാണ് പോലീസ് എല്ലാവരെയും പിരിച്ചുവിട്ടത്. ഇതേ തുടർന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകർ സംസ്ഥാന പാതയിൽ പ്രതിഷേധവുമായി സംഘടിച്ചു. ഹർത്താലിനെ തുടർന്ന് പേരാമ്പ്രയിലെ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. പോലീസ് പ്രദേശത്ത് ശക്തമായ കാവൽ ഏർപ്പെടുത്തി. ആർക്കിടെക്റ്റുകൾ രചിക്കുന്നത് ചരിത്ര ഭാഷയാണെന്ന് പ്രൊഫസർ KT രവീന്ദ്രൻ. മികച്ച സെന്ററിനുള്ള അഖിലേന്ത്യാ പുരസ്കാരം നേടിയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് കാലിക്കറ്റ് സെന്ററിന് കോഴിക്കോട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് ഏർപ്പെടുത്തിയ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആർക്കിടെക്റ്റുകൾ രൂപകൽപ്പന ചെയ്ത് രചിക്കുന്നത് ചരിത്രത്തിന്റെ ഭാഷയാണെന്ന് പ്രൊഫസർ KT രവീന്ദ്രൻ. മികച്ച സെന്ററിനുള്ള അഖിലേന്ത്യാ പുരസ്കാരം നേടിയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് കാലിക്കറ്റ് സെന്ററിന് കോഴിക്കോട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് ഏർപ്പെടുത്തിയ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം നിർണ്ണയിക്കുന്നത് അക്കാലത്തെ ചരിത്ര നിർമ്മിതികളാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ മുൻപ് നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങളുടെയും നഗരത്തിന്റെയുമെല്ലാം ശേഷിപ്പുകളിൽ നിന്നാണ് അന്നത്തെ സംസ്കാരത്തെയും നാഗരികതയും തിരിച്ചറിയുന്നത്.
അതിനാൽ തന്നെ ആർക്കിടെക്റ്റുകൾക്ക് വലിയ സാമൂഹിക ഉത്തരവാദിത്തമാണ് നിറവേറ്റാനുള്ളതെന്നും KT രവീന്ദ്രൻ പറഞ്ഞു. മലബാർ പാലസിൽ നടന്ന ചടങ്ങിൽ KSDI പ്രസിഡന്റ് C ജനാർദ്ദനൻ അധ്യക്ഷം വഹിച്ചു. ജില്ലാ ടൗൺ പ്ലാനർ KV മാലിക്, ഡോക്ടർ A അച്യുതൻ, PTS ഉണ്ണി, ജോസ് ഫിലിപ്സ്, C സനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. അനുമോദന യോഗത്തിൽ KSDIയിൽ ഉൾപ്പെട്ട സംഘടനകളുടെ പ്രതിനിധികളായ മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റ് PB നിതീഷ്, സെക്രട്ടറി നിത്യാനന്ദ കമ്മത്ത്, T ശോഭീന്ദ്രൻ, ബ്രിജേഷ് ഷൈജിൽ എന്നിവർ പങ്കെടുത്തു. ജല്ലിക്കെട്ടെന്ന പോരാട്ടത്തിന്റെ ആവേശവും വികാരവും ഒട്ടും ചോരാതെ ഒപ്പിയെടുത്തിരിക്കുകയാണ് മാധ്യമ ഫോട്ടോഗ്രാഫർ പ്രകാശ് കരിമ്പ. മധുരയിൽ നടന്ന ജല്ലിക്കെട്ടിലെ വീറുറ്റ നിമിഷങ്ങളാണ് അദ്ദേഹത്തിന്റെ 30ഓളം ചിത്രങ്ങളിൽ നിറയുന്നത്. ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ ഫോട്ടോ പ്രദർശനം സമാപിച്ചു. മനസ്സിൽ നിറയെ പോരാട്ടവീര്യം മാത്രമായിരിക്കും. കരിത്തുള്ളി അടുക്കുന്ന കാളകളെ മെരുക്കി പോരാളിയാവുക, ഇതൊരു വികാരമാണ്. തമിഴ്നാട് മുഴുവൻ ആഘോഷമായി കാണുന്ന ജല്ലിക്കെട്ടെന്ന പോരാട്ടം. സർവശക്തിയും പ്രയോഗിച്ച് കാളകളെ കീഴ്പ്പെടുത്തുക എന്നത് മരണത്തിനും ജീവിതത്തിനുമിടയിലുള്ള അസാധ്യമായ പോരാട്ട വീര്യമാണ്. ആ ആവേശവും വികാരവും ഒട്ടും ചോരാതെ നമ്മളിൽ എത്തിക്കുകയാണ് ആർട്ട് ഗാലറിയിൽ ആരംഭിച്ച മാധ്യമം ഫോട്ടോഗ്രാഫർ പ്രകാശ് കരിമ്പയുടെ ഫോട്ടോ പ്രദർശനം. 1.5-2 കിലോമീറ്റർ നീളത്തിൽ റോഡിലൂടെ ഇങ്ങനെ 2 സൈഡും കമ്പിവേലികൾ വെച്ച് കെട്ടി ആർക്കും പെട്ടെന്ന് കാളകൾ ചാടി അങ്ങോട്ട് കടക്കാൻ പറ്റാത്ത രൂപത്തിലാക്കി വളരെ സേഫ്റ്റി ആയിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും തുടക്കത്തിൽ ചെറിയൊരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ ഉള്ളിൽ കൂടെയാണ് ഈ കാളകളെ പുറത്തേക്ക് കയറ്റിവിടുന്നത്. അങ്ങനെ അതൊരു എന്താ പറയുക, അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആളുകളുടെ ഒരു മനസ്സ്, അവർക്ക് അതിനോടുള്ള ഒരു സ്നേഹം, ജല്ലിക്കെട്ട് എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കരമായിട്ടൊരു വികാരമായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. മധുരയ്ക്ക് സമീപത്തെ അലങ്കാനല്ലൂരിൽ ഫെബ്രുവരി 10 നടന്ന ജല്ലിക്കെട്ടിലെ വീറുറ്റ നിമിഷങ്ങളാണ് പ്രകാശ് കരിമ്പയുടെ 30ഓളം ചിത്രങ്ങളിൽ നിറയുന്നത്. ഇതുവരെ ജല്ലിക്കെട്ട് കാണാത്തവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകും വിധമാണ് ഓരോ ചിത്രങ്ങളും. കാളകളും മനുഷ്യരും കൊമ്പു കോർക്കുന്ന പോരാട്ട രംഗങ്ങൾ അതിമികച്ച ഫ്രെയിമുകളിൽ പകർത്താൻ പ്രകാശ് കരിമ്പയ്ക്ക് സാധിച്ചു. സഞ്ചാരം ടൂർസ് ആൻഡ് ട്രാവൽസ് ഉള്ളിയേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജു ചെറുക്കാവിൽ ട്രാവൽസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുറഞ്ഞ ചിലവിൽ ഒരു വിനോദയാത്ര പോകാൻ ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. നിങ്ങളുടെ ആഗ്രഹം പൂവണിയിക്കാൻ നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന സഞ്ചാരം ടൂറിസ്റ്റ് ട്രാവൽസ് ഉള്ളിയേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉള്ളിയേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജു ചെറുകാവിൽ സഞ്ചാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രദേശത്തെ ഒരുപറ്റം യുവാക്കളുടെ സംരംഭമാണ് സഞ്ചാരം ടൂർസ് ആൻഡ് ട്രാവൽസ്. കുടുംബശ്രീ, സ്വാശ്രയ സംഘം മുതലായ ഗ്രൂപ്പുകളുടെ വിനോദയാത്രകൾക്ക് മുൻഗണന നൽകുന്നു. ഡൽഹി, ആഗ്ര, ജയ്പൂർ, സിംല, കുളു, മണാലി, കൊൽക്കത്ത, ഡാർജിലിംഗ്, രാജസ്ഥാൻ, ഹൈദരാബാദ്, മൈസൂർ, ബാംഗ്ലൂർ, ഊട്ടി, മൈസൂർ, മടിക്കരി എന്നിവിടങ്ങളിലേക്കും കുറഞ്ഞ നിരക്കിൽ ഇവർ വിനോദയാത്ര ഒരുക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ രവീന്ദ്രൻ കീഴടത്ത്, വിനോദ് നാറാത്ത്, നാരായണൻ വൈദ്യർ മുണ്ടോത്ത്, ഹമീദ് കരുവണ്ണൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമരത്തിനെത്തിയ ജിഷ്ണുവിന്റെ അമ്മ മഹിജയോട് പോലീസ് കാണിച്ച ക്രൂരതയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. കോഴിക്കോട്ട് പ്രതിപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. കേരള ഫയർഫോഴ്സ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഉത്തരമേഖലാ സമ്മേളനം കോഴിക്കോട്ട്. സേനാംഗങ്ങളെ പ്രശംസിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടർ ജനറൽ. പാതയോരത്തെ മദ്യഷാപ്പുകൾ പൂട്ടാനുള്ള കോടതി വിധിക്കെതിരെ പ്രതിഷേധവുമായി ചെത്ത് തൊഴിലാളികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kotikal. We will treat you